മിഡിൽ ഈസ്റ്റ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഇറാനുമായി സഹകരിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മേഖല എല്ലാ കാലത്തും ഭീഷണിയുടെയും ആക്രമണത്തിൻ്റെയും രീതിയിലേക്ക് വരുന്നു എന്നതിനാൽ ശക്തമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം അനിവാര്യമാണ്. ഇത്രയും കാലം അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയായിരുന്നു അറബ് രാജ്യങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ അവരെ അത്തരം ഒരു വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഖത്തറിന് നേരെ നടത്തിയ ആക്രമണത്തോടു കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പലതവണ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ മുൻപ് കാലത്ത് അത്ര സുഖകരമായിരിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോയിരുന്നത് എന്നതിനാൽ പൂർണ്ണമായിട്ടുള്ള ഇറാൻ്റെ താല്പര്യങ്ങളും അല്ലെങ്കിൽ ഇറാൻ്റെ നിലപാടുകളൊന്നും അതേ ഗൗരവത്തിൽ അറബ് രാജ്യങ്ങൾ എടുത്തിരുന്നില്ല. മുൻപ് പറയപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാണ് എന്നൊരു ബോധ്യം അറബ് രാജ്യങ്ങൾക്കുണ്ടായിരിക്കുകയാണ്. പൂർണ്ണമായ രീതിയിൽ അമേരിക്ക വിശ്വസിക്കുന്ന സമയത്ത് അവർ ചതിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ അറബ് രാജ്യങ്ങൾക്കില്ല എന്നതിനാൽ സ്വയം പര്യാപ്തത നേടുകയും അമേരിക്കയ്ക്ക് ബദലായിരിക്കുന്ന സംവിധാനത്തോടൊപ്പം സഹകരിക്കുകയും ചെയ്യുക, അതായിരിക്കും ഏറ്റവും ഉചിതം എന്നാണ് അന്ന് ഇറാൻ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഇസ്രായേലിനെ കൃത്യമായ രീതിയിൽ നമ്മുടെ ശത്രുവായിട്ട് കാണണമെന്നും അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും മറ്റ് സഹകരണങ്ങളും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അന്ന് ഇറാൻ പറഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ ഖത്തറിൻ്റെ അക്രമത്തോടു കൂടി ഏറെക്കുറെ തങ്ങളാരും സുരക്ഷിതരല്ല എന്നൊരു ബോധ്യം അറബ് രാജ്യങ്ങൾക്കുണ്ടായിരിക്കുകയും ഇതിനെ പ്രതിരോധം ഉണ്ടാക്കാനുള്ളൊരു ബദൽ സംവിധാനം എന്ത് എന്ന ചോദ്യത്തിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് അതിന് ഉത്തരം എന്നുള്ളിടത്തേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യയിലേക്ക് ചേർന്ന് നിൽക്കണമെങ്കിലും ചൈനയിലേക്ക് ചേർന്ന് നിൽക്കണമെങ്കിലും അത് ഇറാനുമായിട്ടുള്ള അത്ര സഹകരണ ബന്ധങ്ങളൊന്നും അറബ് രാജ്യങ്ങൾക്കില്ല. അതുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് ഉചിതമായിരിക്കുന്ന രീതി ഇറാൻ്റെ പാലത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ള രാജ്യമൊന്നുമല്ല ഇറാൻ. അവരുടെ കടുത്ത രീതിയിലുള്ള ഈ പ്രതിരോധങ്ങൾ അമേരിക്കയും ഇസ്രായേലും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധങ്ങളെല്ലാം പല ഘട്ടങ്ങളിലും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖലയെ ബാധിച്ചിട്ടുണ്ട്, തൊഴിൽ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അവരുമായിട്ടൊരു സഹകരണാടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങൾ പോവാത്തതിൻ്റെ കാരണം അമേരിക്ക എല്ലാ കാലത്തും ഇറാൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും അത് അറബ് രാജ്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന മറ്റൊരു നിലപാടാക്കി മാറ്റുകയും ചെയ്യുന്നതോടുകൂടി ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണ രീതിയിലാവാൻ വേണ്ടി സാധിക്കാതെ പോകുന്നു. ഇത് എല്ലാ കാലത്തും അമേരിക്ക ഗുണമാണ്. പക്ഷേ അബ്രഹാം അക്കോർഡിൻ്റെ ഒരു നിയമസ്ഥിതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണപരമായിരിക്കുന്ന കാര്യങ്ങളും ഭവിഷ്യത്തുണ്ടാകുന്ന സ്ഥിതി കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്ന സമയത്ത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾക്ക് കുറച്ച് വൈകിപ്പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കൃത്യമായിരിക്കുന്ന തിരക്കഥ തയ്യാറാക്കിയത് ഇസ്രായേലാണ്. ഇസ്രായേൽ നേരിട്ട് കൊണ്ട് അറബ് രാജ്യത്തിൽ ഇടപെട്ടാൽ നടപ്പിലാക്കില്ലെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിച്ചാണ്. സൗദി അറേബ്യ തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയുടെ സമ്മർദ്ദത്താലാണ് തങ്ങൾ ഈ കരാറിൽ ഒപ്പിട്ടത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രയാസം സൗദി അറേബ്യക്കുണ്ടായിരുന്നു. അതവർ പറയുകയും ചെയ്തു. പൂർണ്ണമായിരിക്കുന്ന സമ്മതത്തോടു കൂടി അംഗീകരിക്കപ്പെട്ടതല്ല അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന സംവിധാനം. അമേരിക്കയുടെ സമ്മർദ്ദത്താലാണ് ഏറ്റവും ഒടുവിൽ നമ്മളത് സമ്മതിക്കേണ്ടി വന്നത് എന്ന തരത്തിലാണ്. ഓരോ രാജ്യവും അതിൻ്റെ സ്വത്തുക്കളും അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും സുരക്ഷിതമാക്കുക എന്നുള്ളത് ആ സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതിനാണ് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാത്ത രാജ്യം അതുള്ള രാജ്യവുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഏകാഭിപ്രായം ഒരു ഏകോപനമുണ്ട്. അവർക്കിടയിൽ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചാൽ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായ രീതിയിൽ തിരിച്ചടി നൽകും എന്നുള്ളതാണ് അവരുടെ ഒരു ഏകോപന രീതി. സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം അറബ് മേഖല സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം മുൻപ് തന്നെ പല ഘട്ടങ്ങളിലായി സൗദി അറേബ്യ അടക്കുന്ന രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനോട് പൂർണ്ണമായിരിക്കുന്ന ഒരു സഹകരണം പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചു എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അറബ് രാജ്യങ്ങളെ വളരെ എളുപ്പത്തിൽ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും സാധിക്കുന്ന രീതിയാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു UN സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ മിസൈലുകളും തോക്കുകളും എത്തിപ്പെടാത്ത ഒരു പ്രദേശം പോലും അറബ് രാജ്യത്തിൻ്റെ ഒരു മേഖലയും ബാക്കിയില്ല എന്നുള്ളതും ഇറാൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മറുപടി.
ആ മറുപടിക്ക് ആയുധം കൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിച്ചെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനോടൊപ്പം സഹകരിച്ചു കൊണ്ട് നിൽക്കുക അത് വലിയ ഗുണപരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഏകോപന അഭിപ്രായം വന്നിരിക്കുകയാണ്.